അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഖദർ ഇന്നാ അൻസൽനാ ഓതുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇത് ഒരു തൗഫീഖാണ്, അല്ലാഹു തആല നൽകുന്ന വലിയൊരു തൗഫീഖാണ്. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. ഏതാണ് പറഞ്ഞത്? ശുഹദാ, സിദ്ദീഖ്, അംബിയാഇന്റെ പദവി കിട്ടുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് ഇന്നാ അൻസൽനാ. നമ്മൾ മുറുകെ പിടിച്ചാൽ ചെറിയ സൂറത്തിലൂടെ, അതായത് നമുക്ക് തന്നേക്കുന്ന നിഅമത്ത് നോക്കണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല 1000 വയസ്സാണ് കൊടുത്തത്, അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 950 വർഷം പ്രബോധനം നടത്തി, 1000 ചില്ലുവാനം വർഷം ജീവിച്ചവർ, അല്ലേ? അങ്ങനെ പ്രവാചകന്മാരും മുൻഗാമികളെ നോക്കിയാൽ അവരുടെ അത്രയും ആയുസ് നമുക്കുണ്ടോ? ഇല്ല. അവരുടെ അത്ര നീളമുണ്ടോ? 60 മുഴമായിരുന്നു ആദം നബി അലൈഹി സ്വലാമിന്റെ മുഴ നീളം. അപ്പം എല്ലാം കൊണ്ട് നമ്മൾ ചുരുങ്ങിയവരാ. പക്ഷെ നമുക്ക് പ്രതിഫലത്തിലോ ഉന്നത സ്ഥാനമാണ് ഈ ഉമ്മത്ത് തന്നെ. ഖൈറു ഉമ്മത്തായ നമുക്ക് നൽകുന്നത്. ഏറ്റവും ഖൈറു ഉമ്മത്താരാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഉമ്മത്താണ്. ഈ ഉമ്മത്തിന് കിട്ടിയ നേട്ടം എന്താണ്? ചെറിയ അമല് ചെയ്താൽ മതി, വലിയ പ്രതിഫലം. പക്ഷേ നമുക്ക് ഈ സൂറത്ത്, കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ നമുക്ക് ഓതണമെങ്കിൽ എന്ത് വേണം? അതിന് അല്ല, 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 3 കാര്യങ്ങൾ. ഫർളിനേക്കാൾ കൂലി കിട്ടുന്ന സുന്നത്തുകളാ 3 ഫർളിനേക്കാൾ കൂലി കിട്ടുന്ന സുന്നത്ത്. ഫർളിന്റെ അത്രയും കൂലി ഒരു സുന്നത്തിന് കിട്ടത്തില്ലല്ലോ. ഇപ്പോൾ ഒരാൾ സുബഹി കരിച്ചില്ല, അയാൾ മാറിയിട്ട് എന്ത് ചെയ്തു? 1000 റക്അത്ത് സുന്നത്ത് അങ്ങ് കരിച്ചു. ആ സുബഹിക്ക് പകരമാവോ? പറ്റത്തില്ല. അപ്പൊ എന്താണ്? ഫർളിനേക്കാൾ കൂലി കിട്ടുന്ന എന്തുണ്ട്? ചില സുന്നത്തുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സുന്നത്ത് ഏതാണ്? സലാം പറയൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ എന്ത് കേട്ടോ അറിയോ? പറയുന്ന ആൾക്ക് സലാം പറഞ്ഞാൽ 100 നന്മയായിട്ട്, 100 ഹസനത്തുണ്ട്. പറയുന്ന ആക്കാണ് 90, മടക്കുന്ന ആക്ക് എത്ര ഉണ്ട്? 10. അപ്പൊ എത്ര? 100 ആയില്ലയോ? പക്ഷേ പറയലോ സുന്നത്താണ്, മടക്കലോ വാജിബാണ്. വാജിബിന് എത്രയേ ഉള്ളൂ? കൂടുതലോ കുറവോ? കുറവാണ്, 10 ഉള്ളു. അപ്പൊ ഫർളിനേക്കാൾ കൂടുതൽ കിട്ടുന്നില്ലയോ? ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ ഈ ഫർളിനേക്കാൾ കൂലി കിട്ടുന്ന ഒരു കാര്യം, ഞാനിപ്പം നമ്മുടെ ഇസാഖ് പോലീസ്, അതായത് ഇസാഖ് പോലീസ് എന്ന് പറയുന്ന പോലീസിന് റിട്ടയർഡ് ആയ ആളാണ്, SI ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സാറിൻ്റെ നമ്മൾ എന്ത് ചെയ്തു? ഒരു 5000 രൂപ കടം വാങ്ങിച്ചു. കടം വാങ്ങിച്ച് എന്ത് പറഞ്ഞിട്ടാണ്? അടുത്ത മാസം, ഇന്നെത്ര തീയതി? 7 അല്ലേ? 7 കേട്ടോ, 7. ഈ 7-ാം തീയതി വാങ്ങിച്ചിട്ട് പറയാണ് അടുത്ത മാസം 7-ാം തീയതി തരാമെന്ന് പറഞ്ഞു 5000 രൂപ കടം വാങ്ങിക്കുന്നത്. എത്രാം തീയതി തരാമെന്ന് പറഞ്ഞു? അടുത്ത മാസം 7-ാം തീയതി ആവുമ്പം അത് ഫർളായോ സുന്നത്തായോ? ഫർളായി. പക്ഷെ എൻ്റെ കയ്യിൽ 1-ാം തീയതി പൈസ കിട്ടി. പൈസ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത്? ഈ 7-ാം തീയതി കാത്തു നിന്നില്ല, 1-ാം തീയതി എന്നെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, വേണ്ട ഞാൻ 7-ാം തീയതി തരാമെന്നല്ലേ പറഞ്ഞു. നേരത്തെ പൈസ കിട്ടി. ഇത് ഫർളിനേക്കാൾ കൂലി കിട്ടുന്നതാ. 7-ാം തീയതി കൊടുക്കൽ ഫർളായി, കടം വാങ്ങിക്കലും കൊടുക്കലും ഇബാദത്താണ്. ആവശ്യം വരുമ്പോൾ കടം വാങ്ങിക്കണം. ആവശ്യം ഉണ്ടെങ്കിൽ, ഒരു അത്യാവശ്യം ഒരു രോഗിയാ, ഞാൻ ആരുടെ നിന്ന് കടം വാങ്ങിക്കത്തില്ല. പടച്ചോൻ തന്നെങ്കിലേ ഞാൻ ആ രോഗി മരിച്ചു പോകത്തില്ലേ? കാശിലേക്ക് കടം വാങ്ങിക്കണ്ടേ? പ്രത്യേകിച്ച് നമ്മൾ കടം അറിഞ്ഞു കൊടുക്കണ്ടേ? വലൈക്കും സലാം. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എന്തുകൊണ്ട് ഈ സുന്നത്തുകളെ നമ്മൾ എന്താക്കണം? സുന്നത്തുകളെ നമ്മൾ പ്രാവർത്തികമാക്കും. ഫർളിനേക്കാൾ കൂലി കിട്ടുന്ന സുന്നത്ത്. മനസ്സിലായോ? 2 ആയില്ലയോ? ഏതൊക്കെ? 1 സലാം. 2 എന്താണ്? നേരത്തെ കൊടുക്കുക. അത് ഫർളിനേക്കാൾ കൂലി കിട്ടുന്ന സുന്നത്താണ്. ഇനി മൂന്നാമത്തെ എന്താണെന്ന് അറിയോ? മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട സുന്നത്താണ്. പക്ഷെ അത് ഫർളിനേക്കാൾ കൂലിയുണ്ട്. ഇപ്പൊ നമ്മള് സുബഹി നിസ്കരിച്ചു, അല്ലേ? ഇനി അടുത്ത നിസ്കാരം ഏതാ? ളുഹറാണ്. അടുത്ത ളുഹറാണ്. ളുഹർ ബാങ്ക് വിളിച്ചാൽ നിസ്കാരം എന്തായി മാറി? ഫർളായി മാറിയല്ലോ. പക്ഷേ ഈ ബാങ്കിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒന്നു എടുത്ത് നമ്മൾ ഇതിനെ പ്രതീക്ഷിക്കണം. അപ്പൊ ഫർളിനേക്കാൾ കൂലി എന്താവും? ഈ സുന്നത്തിന് കിട്ടും. നേരത്തെ പള്ളിയിൽ പോകുന്ന ആർക്ക്, നേരത്തെ ഒന്നു എടുക്കുന്ന ആൾക്ക്, ബാങ്ക് വിളിച്ചെങ്കിലേ ഞാൻ ചെയ്യത്തുള്ളൂ പറഞ്ഞിരിക്കുന്നവർക്കല്ല. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? ഒന്ന് ചെയ്ത് തീർന്ന് ഓതു 3 സൂറത്തുൽ ഖദ്ർ, ശുഹദാ, സിദ്ദീഖ്, അംബിയാ, ഇൻചാരയാ പവർ. നീ വാഹനത്തിൽ കയറിയാൽ ഇത് ഓതണേ പതിവ്, ഈ അറിവ് കുറെ പേർക്ക് നീയും ചെയ്യണേ ഷെയർ. അപ്പോഴാണ്
ഈ ശുഹദാഇന്റെയും സിദ്ദീഖിന്റെയും അംബിയാഇന്റെയും പ്രതിഫലം കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ നേരത്തെ നമ്മൾ സമയത്ത് ഓടിച്ചെന്നിട്ട് ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ഒന്നും എടുത്താൽ നമുക്ക് ഈ ഇന്നാൻസൽന ഓതാനുള്ള സമയം കിട്ടുമോ? കിട്ടത്തില്ല. അപ്പൊ നമുക്ക് കിട്ടണം എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലൊരു തീരുമാനം എടുക്കണം. ഞാൻ ഇതിന്റെ പ്രതിഫലം വാങ്ങിക്കും എന്നുള്ള തീരുമാനം എടുത്തൊരു തവക്കുല് ചെയ്യണം. അള്ളാഹുവിൽ പടച്ചോനെ എനിക്കിത്. നമ്മളറിയാം 2 കാര്യത്തിൽ ഇബ്ലീസ് കടക്കത്തില്ലെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു. ഏതിലൊക്കെയാ? ഒന്ന് നിയ്യത്തില്, ഒന്ന് തവക്കുല്. ഒന്ന് തവക്കുലിൽ എന്ത് ചെയ്യത്തില്ല? അള്ളാഹെ തവക്കുലാക്കിയ പിന്നെ അതിന്റെ മുമ്പിൽ ഒരു കളി നടക്കത്തില്ല. ഇനി മുമ്പുള്ളവർക്കൊക്കെ നല്ല തവക്കുലുണ്ട്, നമുക്ക് ഒന്നിൽ തവക്കുലില്ലാത്ത. ഇന്നും ബാഹ്യമായ വസ്തുവിലാണ് നമ്മുടെ തവക്കുല്. ഏതാ ബാഹ്യമായ വസ്തുവിൽ? എന്നെ സഹായിക്കാൻ ഇന്നാളുണ്ട്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ തടയാൻ എന്റെ സമ്പത്തുണ്ട്, എന്റെ അധികാരമുണ്ട്. ഇതൊക്കെയാണ്. ഈ അധികാരവും ഈ എല്ലാ സാധ്യതയും അള്ളാഹിന്റെ വിധിയുടെ മുമ്പിൽ നടക്കുമോ? അപ്പൊ അള്ളാഹുവിൽ ഏൽപ്പിച്ചാൽ എന്തായി മാറി? എല്ലാം നിയ്യത്ത്. മനസ്സിലെപ്പോഴും നിയ്യത്ത് നന്നാക്കിക്കൊണ്ടിരിക്കണം ഏത് പ്രവർത്തനത്തിനും. അള്ളാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.